കുഴൽക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടത്തും രൂക്ഷമായ കടലേറ്റമാണ്. തിരുവനന്തപുരത്ത് വീടുകളിലേക്കടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കേരള തീരത്ത് ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് രൂക്ഷമായ കടലാക്രമണം തുടങ്ങിയത്. മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി. തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശമായ അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ ഉൾപ്പെടെ പല വീടുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെ തീരം ശാന്തമായി. എന്നാൽ 10 മണിയോടെ കടൽ വീണ്ടും രൗദ്രഭാവത്തിലായി. ഉച്ചയോടെ മാത്രമാണ് തിരയൊന്നടങ്ങിയത്. പെരുമാതുറയിൽ റോഡിലേക്ക് തിരയടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. ഗവൺമെൻറ് ഇവിടെ കല്ലടിച്ച് തന്നാൽ നമുക്ക് വെള്ളം കായലിലോട്ട് വലുതായിട്ട് പോകത്തില്ല, നമ്മുടെ വീടുകളും സുരക്ഷിതമാണ്. ഈ കല്ലില്ലാത്തതിൻ്റെ പേരിലാണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്നത്. ആലപ്പുഴയുടെ വിവിധയിടങ്ങളിലും കടലേറ്റമുണ്ടായി. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി, പുറക്കാട്, പുന്നപ്ര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കടൽ കയറിയത്. കൊല്ലത്ത് ഇരവിപുരം, ആലപ്പാട് മേഖലകളിലാണ് കടലേറ്റമുണ്ടായത്. തൃശൂർ കൊടുങ്ങല്ലൂരിലും കടൽക്ഷോഭമുണ്ടായി. നിലവിൽ കടൽ ശാന്തമാണെങ്കിലും രാത്രിയിൽ വീണ്ടും പ്രക്ഷുബ്ധമായേക്കും. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുതെന്നുമുള്ള മുന്നറിയിപ്പ് തുടരും. മത്സ്യബന്ധനയാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.